മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. പല്ലാക്ക് മൂക്കു കണ്ടു ഞാൻ കൊതിച്ചു, നിന്റെ പഞ്ചാര വാക്കു കേട്ടു കോരിത്തരിച്ചു. പല്ലാക്ക് മൂക്കു കണ്ടു ഞാൻ കൊതിച്ചു, നിന്റെ പഞ്ചാര വാക്കു കേട്ടു കോരിത്തരിച്ചു. കല്യാണമിന്നു കെട്ടി കൈ പിടിക്കണ നാൾ വരെ, കല്യാണമിന്നു കെട്ടി കൈ പിടിക്കണ നാൾ വരെ കൊല്ലാതെ കൊല്ലണ് പൂമാരൻ, നമ്മെ കൊല്ലാതെ കൊല്ലണ് പൂമാരൻ. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. പിച്ചകപ്പൂമേനി ഞാൻ സ്വന്തമാക്കും, പച്ചക്കുത്തിയ വിരിമാറിൻ മെത്തയാക്കും. നിന്റെ പിച്ചകപ്പൂമേനി ഞാൻ സ്വന്തമാക്കും. ചിന്തൂര പൊട്ടു തൊട്ട് ചിങ്കാര പാട്ടു കേട്ട്, ചിന്തൂര പൊട്ടു തൊട്ട് ചിങ്കാര പാട്ടു കേട്ട് കല്യാണ പന്തലിൽ കണ്ടോട്ടെ, നമ്മെ എല്ലാരും എല്ലാരും കണ്ടോട്ടെ. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ അല്ലിമലർമിഴിയിലോ ഞാൻ മയങ്ങി. മുല്ലപ്പൂം പല്ലിലോ മുക്കൂറ്റിക്കവിളിലോ. എന്തായിരുന്നു ബദ്രി ഉദ്ദേശിച്ചത്? സാറിന് ഉദ്ദേശിച്ചേ, പക്ഷേ ഈ റിഹേഴ്സലിനൊക്കെ ഞാൻ പക്കായിട്ട് ചെയ്തിരുന്നല്ലേ? അല്ലേ ചെയ്തില്ലേ? ഇപ്പൊ ഞാൻ നോക്കിയില്ല ഇവനെ. ഇല്ലടാ അല്ല ഞാൻ ഇവനെ നോക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇവനെ മൈൻഡ് ആക്കുന്നില്ല, നോക്കുന്നുണ്ട്, ഇവനെ കാണുന്നുണ്ട്. അല്ല റിഹേഴ്സലിനൊക്കെ ഞാൻ ചെയ്തായിരുന്നു, പക്ഷെ ഇവിടെ വരുന്നോണ്ട് ശ്രുതി കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതെ അതെ, പക്ഷെ ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു. ഇനി പാട്ട് എങ്ങനെ ഉണ്ടായി ചോദിക്കാം. ചോദിക്കാം മക്കളെ, കൊള്ളായിരുന്നടാ. താങ്ക് യു സാർ. അത് മോനി നസീർ സാറാന്ന് എനിക്ക് മനസ്സിലായതേ ഇല്ല. ഞാൻ വേറെ ചെയ്ത കുഞ്ഞു മാവകൾ കളിക്കത്തില്ലേ, എനിക്ക് മിഠായി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചാടി നടക്കുന്നൊരവസ്ഥ എനിക്ക്. മോനെ ജയറാമില്ല നടൻ, നമ്മുടെ ജയറാം സാറൊക്കെ നസീർ സാറിനെ കാണിച്ച് എത്രയോ വീഡിയോ ഉണ്ട്. നീ അതൊക്കെ കണ്ടിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു തോന്നി. കാര്യം നിങ്ങളൊക്കെ നല്ല ടാലൻറ്റഡ് ആണ്. അങ്ങനൊരു അബദ്ധം പറ്റേണ്ട കാര്യം. പക്ഷേ നസീർ സാറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി കേട്ടോ. അത് എവിടെയോ പിന്നെ അവിടെ വന്ന് പുഷ്പാഭിഷേകം നടത്തുന്നത് കണ്ട്. എന്തിനായിരുന്നു അത്?
അത് ഇവിടെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തേ. അതാ കൊച്ചു രക്ഷപ്പെട്ടെന്ന് പറഞ്ഞ് നിൽക്കുക നീ അവിടെ പോയപ്പോ. അവൻ പൊസസീവ്നെസ് അടുപ്പിക്കാൻ ചെയ്തു. വേണ്ടി ചെയ്താ പക്ഷെ അങ്ങോട്ട് ഏറ്റില്ല അത്. ഒട്ടും ഏറ്റില്ല മക്കളെ. പാട്ടൊക്കെ നല്ല ഒരു എന്താ അത് പാർവതിയുടെ മുകളിലിട്ടാ മതിയായിരുന്നു. ഇത് കുഞ്ഞു ധ്രുവയുടെ മുകളിലിട്ട് അവനാണെങ്കിൽ ക്യാച്ച് പിടിച്ചോണ്ടിരിക്കുക ഓരോ അവൾ അതെടുത്ത് കാല് തട്ടി കളിക്കുകയൊക്കെ ചെയ്യുന്നു അവനറിഞ്ഞ്. അതെന്തൊക്കെയാലും ആയിക്കോട്ടെ മക്കളെ. അത് പാട്ടൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. അത് ഒരു കൂൾ അവസ്ഥയായിരുന്നു നിങ്ങൾ പാടുന്നതും. പിന്നെ ഈ ഓക്കെ അത് ഇപ്പോൾ അതൊരു രസമായിട്ട് നമുക്കത് അങ്ങനെ എടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾ എന്താ പറയണ്ടത്, ഇത് ഇങ്ങനെയുള്ള ആക്ട് ചെയ്യുന്ന കുഞ്ഞുങ്ങളൊന്നും അല്ലല്ലോ. നിങ്ങളോടൊന്ന് ചെയ്ത് നോക്കി, അതുകൊണ്ട് അത് കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ റെഫറൻസ് ഉണ്ട്. ഇപ്പം നസീർ സാറിനെ ഇപ്പം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നസീർ സാറിനെ കണ്ടിട്ട് അത് കാര്യം അവർ ഓവർ ആക്റ്റാണ് ചെയ്യുന്നത്. മിമിക്രിക്കാരെല്ലാം ചെയ്യുന്ന കുറച്ച് കൂട്ടിയാണ്. അങ്ങനെയൊന്നും അല്ല നസീർ സാർ. ഇത്രയും നല്ല സുന്ദരനായ ഒരു നടൻ നമ്മുടെ മലയാളത്തിൽ അത്ര ഒരു സുന്ദരനായിരുന്നു നസീർ സാർ. അദ്ദേഹത്തിൻ്റെയൊക്കെ തമിഴ് ചില പാട്ടൊക്കെ ഉണ്ട്, എന്ത് രസമാണെന്നറിയാം കാണാൻ. അപ്പോൾ നമ്മളിവിടെ ഉള്ളവർ അത് സാറിനെ ഇപ്പം സത്യൻ സാറിനെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ അല്ലല്ലോ അദ്ദേഹം. അപ്പോൾ അത് അങ്ങനെ ഇച്ചിരി എക്സാജറേറ്റ് ചെയ്താൽ ജനങ്ങൾക്ക് അത് കണക്ട് ചെയ്യത്തുള്ളൂ. അവർക്ക് അതെല്ലാം കാണാനല്ല രസം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ടിരുന്നെങ്കിലും മോന് ചിലപ്പോൾ ഈസി ആയിട്ട് നസീർ സാറിനെ കാണിക്കായിരുന്നു. അത് ബെസ്റ്റ് ജയറാം അണ്ണാശിയാണ് ബെസ്റ്റ്. റിഹേഴ്സലിനൊക്കെ കാണിക്കുന്നത്. ക്യാൻ യു ട്രൈ വൺസ് അഗൈൻ കൊടുക്കൂ അനൂഫേട്ടാ. അനൂഫ് ഓക്കെ മോനെ. കൊള്ളാം കൊള്ളാം കൊള്ളാം. നൈസ് നൈസ് നൈസ്. അപ്പം മക്കളെ നന്നായിരുന്നടാ. മോള് നന്നായിരുന്നു കേട്ടോ. ഇത് ഏതാണിത്? മോളാരായിരുന്നു? ജയഭാരതി. ഓ വണ്ടർഫുൾ. നന്നായിരുന്നു മോളെ കേട്ടോ. നീ പാടിയത് നല്ല രസം, മൊത്തം രസം ഉണ്ടായിരുന്നു മോനെ. ആ ഏതാണ് ചരണത്തിൽ ആ സംഗതി എപ്പോഴുള്ള സംഗതി അത് ആദ്യം തെറ്റിപ്പോയി, പിന്നെ രണ്ടാമത് ബ്യൂട്ടിഫുൾ ആയിരുന്നു. അത് തന്നെ. അപ്പം അത്രേ ഉള്ളൂ. എന്തൊക്കെയാലും രസമായിരുന്നു രണ്ടുപേരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. ബദ്രി ആൻഡ് വൈഗ എന്തോ നല്ല രസമുണ്ടായിരുന്നു. താങ്ക് യു സാർ. ആരൊക്കെയാണ് ലിറിക്സ്, മ്യൂസിക്? ലിറിക്സ് പി ഭാസ്കരൻ സാർ, മ്യൂസിക് ദക്ഷിണാമൂർത്തി സ്വാമി, സിനിമ അരക്കള്ളൻ മുക്കാക്ക, പാടിയത് യേശുദാസ് സാറും എസ് ജാനകിയും. എനിക്ക് ഒരു കാര്യം ഇഷ്ടമായി, നിങ്ങൾ അത് ഇറങ്ങിയ ഇയർ വരെ എഴുതി വെച്ചു എന്നുള്ളതാണ്. ദാറ്റ് ഇസ് നൈസ്. പിന്നെ ഞാൻ ആകെ ഇതിപ്പോൾ ബദ്രയുടേത് മാത്രമേ എഴുതി വെച്ചുള്ള പിച്ചകപ്പ്, അതിപ്പം ശരത്തേട്ടൻ പറഞ്ഞു. പിന്നെ ഭയങ്കര ക്യൂട്ടായിരുന്നു ആ ഒരു മറ്റേ പൂവ് കൊണ്ടുവന്നതും പിന്നെ ആ ഒരു അതന്നെ, അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. സി ഈ ശരത്തേട്ടൻ പറഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് ചെയ്ത് ശീലമില്ലാത്ത പരിപാടികളാണല്ലോ ഇത് ചെയ്യണേ. അപ്പം ഇനി ഇതൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ കേട്ടോ. കാരണം വേറൊരു സ്പോട്ടിൽ എത്തിയിട്ട് ഇതും കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ പിന്നെന്താ ചെയ്തേക്കാം എന്ന് പറയുന്ന ഒരു ലെവൽ എത്തണം, എന്നാലും ശരിയാവുള്ളൂ. ഇപ്പോഴത്തെ കാലമാണ്. മറ്റെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം മറ്റേ വെറുതെ ഇങ്ങനെ ഒറ്റ സ്പോട്ടിൽ നിന്ന് പാടുന്ന കാലമൊന്നും ഇല്ല. ഇപ്പം ഫുൾ സ്റ്റേജ് കീഴടക്കി സ്റ്റേജിൽ ഫുൾ കൈയെടുത്തിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് യുർ ഓൾ ബീങ് പ്രിപ്പയർഡ് ഫോർ ദ ഫ്യൂച്ചർ കേട്ടാ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ബദ്രി ആൻഡ് വൈഗ. എന്തോ ബദ്രി നല്ല ക്ഷീണം ഉണ്ടല്ലേ ഇപ്പൊ? അല്ല ഇവരുടെയൊക്കെ കമന്റ്സ് കേട്ടിട്ട് അതല്ലേ എനിക്ക് തോന്നണത് എന്താന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിവിടെ ചെയ്യുന്നു എന്നുള്ളത്, പാട്ടും ട്യൂണും ഓർക്കണം, അതിനിടെ കൂടെ ലിറിക്സ് ഓർക്കണം, ഇത്രയും ആക്ടിവിറ്റി ചെയ്യണം. ഇതൊരു ചെറിയ കാര്യമല്ല. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ ആ എഫേർട്ടിന് അടിപൊളി, അതൊന്നും പറയാനില്ല. പിന്നെ മുള്ളെടുത്തു, എന്നിട്ട് മുള്ള സ്വന്തം കാലിൽ കുത്തി അതെടുത്ത് കളഞ്ഞു. ഓ മൈ ഗോഡ്, ഇത്രയും ഒരു 5 സെക്കൻഡിൽ ആ കാര്യം ചെയ്തു. അപ്പോഴാണ് ബദ്രിക്ക് മറ്റേ പിച്ചക പൂമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഭാഗം ഒന്നായി പോയത് അല്ലേ. മുള്ളൊന്ന് കളയാൻ പോയതാണ് പ്രശ്നം പറ്റിയത്. പക്ഷെ അതൊക്കെ ആക്ച്വലി ഞാനിവിടെ നിന്ന് ഒരു വെരി ഓഡിയൻ ആയിട്ട് നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നു എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ കാര്യങ്ങൾ ഇത്രയും കോൺസെൻട്രേഷനോടുകൂടി. അപ്പോൾ അതിന് നിങ്ങളുടെ എഫേർട്ടിനും ആ ഒരു ഡെഡിക്കേഷനും കേട്ടോ കാണാൻ നല്ല പ്ലസന്റ് ആയിരുന്നു. അത് അതിൻ്റെ ആ ഒരു ഇപ്പോൾ ഷാനു പറഞ്ഞ പോലെ തന്നെ അതെടുക്കാനുള്ള എനിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യാവുന്നതിന് പിന്മാറി നിൽക്കുന്നില്ലല്ലോ, അതിങ്ങോട്ട് വന്ന് ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് സ്പിരിറ്റ് ആയിട്ട് എടുക്കുക. ഇനി പോയിട്ട് 3 ഹോർലിക്സ് ഒക്കെ കലക്കി കുടിച്ചോ. ഈ കമന്റ്സിന്റെയും ആക്ടിന്റെയും മുള്ളുകുത്തിന്റെ ഒക്കെ ക്ഷീണം പറഞ്ഞു. വൈകുട്ടി നന്നായിട്ട് പാടിയ. വൈകുട്ടിയുടെ പെർഫോമൻസ് വേറെയും കണ്ടിട്ടുണ്ട്. കിടിലൻ പെർഫോമർ ആണ്, നല്ല സിംഗറും ആണ്. അടിപൊളിയായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്.
Yes. പറഞ്ഞോ മോനെ. അതായത് ഇത്രയും ആക്ടും ഈ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച എനിക്ക് ഷാഹുലായിട്ടാണ് ഷാഹുലേട്ടൻ ഷാഹുൽ ഷാഹുലേട്ടൻ വലിയൊരു ഒരുപാട് നന്ദിയുണ്ട്. ഷാഹുൽ ബായ് നന്ദി. യെസ് ഷാഹുൽ നന്ദി. നന്ദി നന്ദി ഷാഹുൽ. നന്ദി ഷാഹുൽ നന്ദി. കുഞ്ഞുങ്ങളുടെ പേരിലാണ് ഞങ്ങൾ നന്ദി ഒരുപാട് പറയുന്നത്. നന്ദിയുണ്ടെന്ന്. ഓക്കെ, അപ്പോ അതിനു മുന്നേ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പെർഫോം ചെയ്യാനുണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും ഒരു ചെറിയ സംഭവം? കാരണം പേഴ്സ് വരുമ്പോ നമ്മൾ ജയിക്കാറുണ്ടല്ലോ ഷാനിക്ക. Yeah, yeah. ആ ഉണ്ട്. ഓക്കെ, റെഡി. ഞാൻ ഭദ്രയൊക്കെ ഇപ്പം സ്റ്റാറായി. ആ, വാ, പഴയ ചെയ്യാന്നൊക്കെ. ഭദ്രനെ പിന്നെന്താ ചെയ്യാം? ചെയ്യാം. അതാണ് അത് വേണം. അതെ. ഞാൻ പോവുകയാണ്. അയ്യോ പോവല്ലേ, എന്റെ അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ്. അതിന് ഞാൻ എന്താ വൈദ്യനോ? വൈദ്യനല്ല, എങ്കിലും എന്റെ കൂടെ വരണം. എന്തിന്? അത് ഞാൻ എൻ്റെ അച്ഛനോട് ഒരു കളവ് പറഞ്ഞു, എനിക്കൊരു പ്രേമമുണ്ടെന്ന്. പ്രേമമോ? അമ്പടി ജിഞ്ചിനാക്കടി. ഓ നൈസ്. പക്ഷെ ആ ഭദ്ര അപ്പടി ജിഞ്ചി. എന്തൊരു ഹിറ്റാണ് ആ പരിപാടി. അയ്യോ. ആ അതെ, ഇപ്പോഴും. ഇപ്പോഴും ഓക്കെ, ഇനി മാർക്സ് ചോദിക്കാം. ആദ്യം വൈകിയുടെ. ഓക്കെ, ശരത് സാർ. 9 മാർക്ക് തരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. 9. താങ്ക് യു ഷാനിക്ക. ടോട്ടൽ 18 മാർക്സ്. സൂപ്പർ. ഇനി ബദ്രി. മക്കളെ 9 മാർക്ക്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക്ക. 9. താങ്ക് യു സാർ. ബദ്രിക്കും 18 മാർക്സ്. ചേച്ചി. ആ ഓക്കെ. അധികം ചോദിക്കരുത്, വാചാലയാണ്. അപ്പൊ ഐക്കോണിക് പെയർ റൗണ്ടിൽ വന്നു, രണ്ടുപേരും സെയിം മാർക്ക് വാങ്ങി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ ബൈ. Ni pa maga sa sa